ഹലോ ഫാലിമി. സംവിധാനം നിതിൻ സഹദേവ്. സിനിമയുടെ പേര് പോലെ തന്നെ അല്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ഒരു കുടുംബം. കാശിക്ക് പോണം എന്ന ഒരേ ജ്വരത്തിൽ നടക്കുന്ന അപ്പൂപ്പൻ, അലസനും കുടിയനുമായ അച്ഛൻ, 10-15 പെണ്ണുകാണൽ നടന്നിട്ടും പെണ്ണ് കെട്ടാതെ നിൽക്കുന്ന ചേട്ടൻ, UK പോകാൻ നിൽക്കുന്ന അനിയൻ, ഇവരുടെ ഇടയിൽ കഷ്ടപ്പെടുന്ന അമ്മയും. ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഹ്യൂമറസായി കാണിച്ച് മുന്നോട്ട് നീങ്ങുന്ന സിനിമ ഇടയ്ക്കൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്നുമുണ്ട്, ഇമോഷണലി കണ്ണ് നനയിപ്പിക്കുന്നുമുണ്ട്. അപ്പൂപ്പൻ കിഡുവാണ്. അപ്പൂപ്പനും കൊച്ചുമോനും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ. അനിയനായി സന്ദീപ് പൊളിച്ചടുക്കി. സിനിമ തുടങ്ങുന്നത് തന്നെ രസകരമായിട്ടാണ്. എന്നെ ഒന്ന് വെറുതെ വിടടേ, ഓ നീ എന്നെ വെച്ച് കുറേ കാശുണ്ടാക്കിയല്ലോ തുടങ്ങിയ അപ്പൂപ്പൻ്റെ ഡയലോഗുകൾ. ജഗദീഷും ബേസിലും തമ്മിലുള്ള തർക്കങ്ങൾ. ഡിഗ്രി പോലും ഇല്ലാത്തവന് BEdകാരിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം. ഡിഗ്രി ഇല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നുണ്ട്, അല്ലാതെ ബിവറേജ് കറങ്ങി നടക്കുകയല്ല. ബേസിലിൻ്റെ കൗണ്ടർ. നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. നമ്മൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ ചെയ്യുന്നതെല്ലാം അബദ്ധമാവും. ഇതിൽ ബേസിൽ ചോറ്റുപാത്രം തുറക്കുമ്പോൾ മൊത്തം ചോറും പുറത്തു പോകുന്നുണ്ട്. അപ്പോഴുള്ള ബേസിലിൻ്റെ എക്സ്പ്രഷൻസ് തികച്ചും റിലേറ്റബിൾ ആണ്. കല്യാണം തീരുമാനിച്ചു കഴിയുമ്പോഴുള്ള ബേസിലിൻ്റെ പരാക്രമങ്ങൾ, ഫോൺ വിളി, ചിരി, ബോഡി മെയിൻറ്റെയിനിങ്. എന്നാൽ എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുമ്പോഴുള്ള നിസ്സംഗത. ഇവൻ്റെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ല എന്ന അമ്മയുടെ ആത്മകഥ. നമ്മൾ അങ്ങോട്ട് പോകണോ അതോ അവരിങ്ങോട്ട് വരുമോ എന്ന ജഗദീഷിൻ്റെ ചോദ്യത്തിനുള്ള നമ്മൾ അങ്ങോട്ട് പോകണം എന്ന അമ്മയുടെ മറുപടിക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടി വരും എന്ന ജഗദീഷിൻ്റെ കമൻറ്റ്. ജഗദീഷ് ഒരു രക്ഷയുമില്ല. ഇടയ്ക്കിടെയുള്ള കൗണ്ടറുകളും എക്സ്പ്രഷൻസും. ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോമിനെ ചൊല്ലിയുള്ള അമ്മയുടെ സംശയങ്ങൾ. ട്രെയിനിൽ നിന്ന് ഓരോ സ്റ്റോപ്പിലും ഇറങ്ങിയുള്ള ജഗദീഷിൻ്റെ ഭക്ഷണം കഴിക്കൽ. ഇടയ്ക്ക് ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ മോഡൽ ഒരു ട്രെയിൻ സീക്വൻസ് കാണിക്കുന്നുണ്ട്, പക്ഷേ റിവേഴ്സിലാണ്. 4 വഴിക്കെന്ന പോലെ വ്യത്യസ്തമായ സ്വഭാവമുള്ള അച്ഛനും അമ്മയും 2 മക്കളും. അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരപ്പൂപ്പൻ. അപ്പൂപ്പനോട് എല്ലാവർക്കുമുള്ള കരുതൽ, അത് മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. അപ്പൂപ്പൻ്റെ വീടിനടുത്തുള്ള കൂട്ടുകാരൻ മറ്റൊരപ്പൂപ്പൻ. പുള്ളി വീൽചെയറിലാണ്. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ, അവർക്കിടയിൽ സംഭവിക്കുന്നത്, അത് വേദനാജനകമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഫ്രസ്ട്രേഷൻസ്. ഭാരം ചുമക്കുന്ന അമ്മയായി മഞ്ജു പിള്ള നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മൂത്ത മകനായി ബേസിലും കൊള്ളാം. ബേസിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഡബ്ബിംഗ് ചെയ്യുന്നതൊക്കെ കിടുവാണ്. പിന്നെ ബേസിലും സ്റ്റുഡിയോ ഓണറും തമ്മിലുള്ള കെമിസ്ട്രി. ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷൻസിനെയും ശരിക്കും ഉൾക്കൊണ്ട് തന്നെ ബേസിൽ ചെയ്തിട്ടുണ്ട്. പ്രായമായവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും അവരുടെ പരിമിതികളും അവർ അനുഭവിക്കുന്ന മനോവിഷമങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കും. ഇതിൽ കാശിയിൽ ഒരപ്പൂപ്പനെ കാണിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ പരിഭവത്തോടെ ഇറങ്ങി വന്ന് നിരാശനായി തിരികെ പോകുന്ന ആ മനുഷ്യൻ്റെ വിഷമം ഉള്ളു നീറ്റുന്നതാണ്. വീട്ടിനുള്ളിൽ നമ്മുടെ സ്വകാര്യതയിൽ നമ്മളാരും പരസ്പരം ഒരു പരിധിവരെ സൗമ്യരല്ല. ചിലപ്പോഴെങ്കിലും പല പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് കുത്തിക്കീറുന്നവരാണ്. ഉള്ളിൽ കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ പോലും. ഹോം സിനിമയിൽ പറയുന്നത് പോലെ വി ആർ ഇംപെർഫെക്റ്റ് അറ്റ് ഹോം. എങ്കിലും നമ്മളൊക്കെ പരസ്പരം കാത്തുസൂക്ഷിക്കുന്ന ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. നമുക്ക് എപ്പോഴും സ്വയം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പുറത്തുള്ളവരോട് കാണിക്കുന്ന മര്യാദയും സൗമ്യതയും അകത്തും കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. കാരണം നമുക്ക് അവരൊക്കെയല്ലേ ഈ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. പിന്നെ ഈ സിനിമയിലെ പാട്ടുകൾ, പുട്ടിന് പീര പോലെ ഓരോ സന്ദർഭത്തിലും വന്നുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ. BGM അടിപൊളി. ഇതിൽ അഭിറാം ഉണ്ട്. പുള്ളി അല്പം വണ്ണമൊക്കെ വെച്ച് ഗ്ലാമറായിട്ടുണ്ട്. പിന്നെ നായികയായ പെൺകുട്ടി. ഇതൊരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സിനിമയാണ്. എന്താണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.